ദേവസഹായം പിള്ള കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു വിശുദ്ധൻ വരുന്നതാണ്, സെയിൻറ്റ് ദേവസഹായം പിള്ളയായിരിക്കും. അങ്ങനെ ഒരാളെ കത്തോലിക്ക സഭ ആണെന്ന് തോന്നുന്നു അല്ലേ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സാധാരണ ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അയാൾ ഈ ദേവസഹായം പിള്ള എന്ന് പറഞ്ഞ വിശുദ്ധൻ്റെ പ്രവർത്തന മേഖല തിരുവനന്തപുരം ജില്ലയുടെ ഭാഗവും കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമൊക്കെയാണെന്നാണ് എൻ്റെ പത്മനാഭപുരം കൊട്ടാരം പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ദേവസഹായം പിള്ള. പക്ഷെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ഹിന്ദുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഭൂമിയായ വാരണാസിയിൽ വെച്ചിട്ടാണ്. ദേവസഹായം പിള്ള വിശുദ്ധനാവുന്നത് ആവട്ടെ, പക്ഷേ അതിന് വാരണാസിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് എന്തിനാ? ഈ വിശുദ്ധനാണ് അങ്ങേര് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയണം, ആരാണ് ഈ ദേവസഹായം പിള്ള? അത് പറയാം. ഇങ്ങനെ ഇപ്പൊ അൽമായരുടെ കാവൽ പുണ്യവാളൻ ആയിട്ടാണ് വാരാണസി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. വിശുദ്ധനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വാരാണസിയൊക്കെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണല്ലോ, കാരണം മോദിയുടെ മണ്ഡലല്ലേ അത്. മോദിയുടെ മണ്ഡലമാണതുകൊണ്ടാണ് വാരണാസിയാണ് കാശി എന്നതുകൊണ്ടാണ്. കാശിയും രണ്ടും ഉണ്ടല്ലോ. കാശി ആയതുകൊണ്ടാണ് മോദി അത് തിരഞ്ഞെടുക്കുന്നത്. അത് ഒന്നാമത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ വാരാണസിയിൽ ഹിന്ദുക്കളുടെ അല്ലേ അമർത്യഭൂമി അല്ലേ, മരണമില്ലാത്ത ഭൂമിയാണത് ഹിന്ദുക്കളുടെ. ഇങ്ങനെ ഒരു സ്ഥലം ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതൊക്കെ സായിപ്പന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ അൽമാരുടെ കാവൽ പുണ്യവാളൻ ഇവിടെ ഒരു ലോക്കലായിട്ടിരുന്ന ഒരാളെ പിടിച്ചിട്ട്, അതെന്തോ മോഷണ കുറ്റത്തിനൊക്കെ പിടിച്ച് രാജാവിൻ്റെ കാലത്ത് കൊന്ന ഒരാൾ, അയാളെ പിടിച്ചിട്ട് അൽമാരുടെ കാവൽ പുണ്യവാളൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അജണ്ടയുമുണ്ട്, കച്ചവടമുണ്ട്. സാർ ഇപ്പം പറഞ്ഞത് എനിക്കൊരു സംശയം, മോഷണക്കുറ്റത്തിന് പിടിച്ചോ? അത് നമ്മൾ അയാൾ ആരാന്ന് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് 1712 മുതൽ 1752 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. 40 വയസ്സ് വരെ, 17-ാം നൂറ്റാണ്ടിൽ. അതെ. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ. അതെ. അപ്പോൾ പത്മനാഭപുരം വട്ടാലം മരുതക്കുളങ്ങര വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവികമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി കുടുംബത്തിലാണ്, സംബന്ധമാണെന്നേ. നമ്പൂതിരിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശേഷമാണെന്ന് തോന്നുമല്ലോ. അതിന് നമ്പൂതിരി മറ്റേ ഉഷപൂജ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മറ്റേ സഹോദരന്മാരും മാറി കൊടുക്കുമല്ലോ. അപ്പോൾ പുള്ളി പുറത്തേക്ക് പോവും, പുള്ളി അടുത്ത ശാന്തിക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. ഇങ്ങനെയല്ലേ ശാന്തിക്കാർ പല സ്ഥലത്തുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് കേരള ചരിത്രത്തിൽ 19-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ ഭാസ്കരൻ ഉണ്ണിയുടെ പുസ്തകം ഒക്കെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടായിരുന്ന ഇങ്ങേരെ പറ്റി സഭ വിശുദ്ധനാക്കുമ്പോൾ ഉണ്ടാക്കിയ കെട്ടുകഥ എന്താണെന്ന് ഞാൻ പറയാം. അതായത് 1712 നായർ കുടുംബത്തിൽ ജനിച്ചു. സഭ പറയുന്ന കഥ. നീലകണ്ഠപിള്ള എന്നു പേര്. പത്മനാഭപുരം കൊട്ടാരത്തിൽ കാര്യസ്ഥനായിരുന്നു എന്ന് അവർ പറയുന്നു. ഏത് മാർത്താണ്ഡവർമ്മയുടെ കാര്യസ്ഥനൊന്നുമല്ല, അവിടെ എന്തോ സേവകം എന്നാണല്ലോ പറയുക. ഗ്രേഡ് കൂട്ടി കാര്യസ്ഥനാക്കി. അതെ. ഡിലനോയിയുമായി വലിയ ചങ്ങാത്തത്തിലായി. ഡിലനോയി കീഴടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവിതാംകൂർ രാജാവ് ഡിലനോയിയെ സൈന്യത്തിലേക്ക് എടുത്തായിരുന്നല്ലോ. അതെ. ഡച്ച് കമാൻഡറായിരുന്നു യുസ്റ്റാഷ്യോ ഡിലനോയി. ഡിലനോയിയെ കുളച്ചൽ യുദ്ധത്തിൽ പിടിച്ചു. കുളച്ചൽ യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഡിലനോയി ഇങ്ങോട്ടെടുത്തു. ഒരു നാവികസേന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നാവികസേന ഉണ്ടാക്കുക, അതിൻ്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചിട്ട് ഡിലനോയി എടുത്തു. ഡിലനോയി എടുത്തപ്പോൾ ഡിലനോയിക്ക് പ്രാർത്ഥിക്കണമല്ലോ. ഉദയഗിരി കോട്ടയിൽ പള്ളി വേണമെന്ന് ഡിലനോയി പറഞ്ഞു. പള്ളി ഉണ്ടാക്കാനുള്ള അനുവാദമൊക്കെ കൊടുത്തു. അത് ഞാനിപ്പോൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിരുന്നു രാജാക്കന്മാർ അന്നും. അതുകൊണ്ടാണല്ലോ പള്ളി ഉണ്ടാക്കുന്നത്. ജയരമാൻ പള്ളി ഉണ്ടായത്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടായത്. ശക്തൻ തമ്പുരാൻ ഒരു അമ്പലം തന്നെ നിങ്ങൾ പള്ളിയാക്കെന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചി രാജ്യചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോവും. ആദ്യം ഞാൻ വായിക്കുമ്പോൾ യൗവനത്തിൽ വായിക്കുമ്പോൾ ഞാനത് സെക്കുലറിസമായിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ നോക്കുമ്പോഴല്ലേ സംഗതി കുഴപ്പമാണെന്ന് പിടികിട്ടുന്നത്. അപ്പം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. അവർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ശല്യപ്പെടുത്താതെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ആ ഹിന്ദു രാജാവിനെ വെച്ചിട്ട്
ആ ഹിന്ദു രാജാവിനെ അടിമയാക്കിയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒക്കെയാണ് ഈ പല കാര്യങ്ങളും നടക്കുന്നത്. മൺട്രോ വന്ന ശേഷം മുഴുവൻ അവരുടെ അജണ്ടയല്ലേ നടപ്പാകുന്നത്. കല്ലൻ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അയാളുടെ അജണ്ടയല്ലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുവിതാംകൂർ രാജകുടുംബത്തിനെ പറ്റി വേറൊരു ചരിത്രം ലക്ഷ്മി രഘുനന്ദൻ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ ഈ അടിമത്തത്തിൻ്റെ പൂണൂലിടണം. ഉപനയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാശ് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കത്തെഴുതണം, എന്നിട്ട് പുതുതായിട്ട് അനുവദിക്കണം ബ്രിട്ടീഷുകാർ ആ ചടങ്ങ് നടത്താൻ വേണ്ടി. ഇത്രമാത്രം അടിമത്തം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. പൂണൂലിടാൻ പോലും ബ്രിട്ടീഷുകാരൻ്റെ അനുവാദം വേണമായിരുന്നു. ഇന്ന കുട്ടി തിരണ്ടു, അതിൻ്റെ തിരണ്ട് കല്യാണം നടത്തണം, അതിന് ഇത്ര അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കത്തെഴുതണം. അപ്പോൾ അവർ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ഇങ്ങനത്തെ കത്തുകളുടെ കൂമ്പാരമാണ് ഈ ലക്ഷ്മി രഘുനന്ദൻ്റെ പുസ്തകം. അപ്പം പത്മനാഭ ഡെലിനോയുമായി വലിയ അടുപ്പത്തിലെത്തി. ഡെലിനോയി പിന്നീട് നെടുങ്കോട്ട ടിപ്പു സുൽത്താനെതിരെ നെടുങ്കോട്ട പണിയാനൊക്കെ ഡെലിനോയുടെ സേവനമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 1745 വടക്കൻകുളം പള്ളിയിലെ ഫാദർ ജിയോവന്നി ബാറ്റിസ്റ്റ് ബുട്ടാരി നീലകണ്ഠപിള്ളയെ മതം മാറ്റി. പലരെയും അതിനുശേഷം അപ്പോൾ ദേവസഹായം പിള്ള ആയി നീലകണ്ഠപിള്ള. പലരെയും ദേവസഹായം പിള്ള മതം മാറ്റി. ഇത് സഭ പറയുന്ന കഥയാണ് പറയണേ. അത് സഹിക്കാൻ പറ്റാത്ത ബ്രാഹ്മണരും നായന്മാരും അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിൻ്റെ ഭാഗമാണ് ഞാൻ സത്യം പറഞ്ഞത്. ഇയാൾ കാട്ടിൽ നിന്ന് ഈ രാജകുടുംബത്തിൻ്റെ ആണല്ലോ അന്ന് ഭരണം എന്ന് പറയുന്നത്. തേക്കും തടികൾ ഈ പള്ളി പണിയാനായിട്ട് വിറ്റു എന്ന് പറഞ്ഞാൽ മോഷണക്കുറ്റാണ് അയാളുടെ പേരിലുള്ളത്. അതുകൊണ്ടാണ് അയാളെ കൊല്ലുന്നത്. ഈ പൊതുമുതൽ കട്ട് വിറ്റു എന്നുള്ള ആരോപണമാണ് അയാളുടെ പേരിലുള്ളത്. 1749 ഫെബ്രുവരി, അത് ഇതിലില്ല കേട്ടോ സഭയുടെ ചരിത്രത്തിൽ. 1749 ഫെബ്രുവരി 23 അയാളെ അറസ്റ്റ് ചെയ്തു. 1742, 49, 52 പീഡനങ്ങൾക്ക് വിധേയനാക്കി ഇയാളെ എന്ന് സഭ പറയുന്ന കഥ. ജനുവരി 1952 ജനുവരി 14 വെടിവെച്ച് കൊന്നു. എവിടെ നിന്ന് കിട്ടി ജനുവരി 14? ജനുവരി 14 പ്രാധാന്യം എന്താണെന്നറിയോ? പൊങ്കല്. തമിഴ്നാട്ടില് പൊങ്കൽ നടക്കുന്ന ദിവസം അതങ്ങനെ ആക്കി. ഓഹോ, നല്ല സ്ക്രീൻ പ്ലേ അല്ലേ? തിരക്കഥ. അപ്പോൾ പൊങ്കൽ നടക്കുന്ന ദിവസം അവരുടെ പ്രധാനപ്പെട്ട ദിവസമല്ലേ ഇത് തുടങ്ങുന്ന ദിവസം. നമ്മൾ തമിഴ്നാട്ടിൽ കൂടി പൊങ്കൽ ദിവസം സന്ദർശിച്ചു കഴിഞ്ഞാൽ എത്ര ഈ തണ്ണിമത്തനില്ലേ ചുമന്ന്, ഇതൊക്കെ ഒരുപാട് പൊളിച്ച് റോഡ് മുഴുവൻ ഇത് നിറഞ്ഞെടുക്കും. ചുമന്നിരിക്കും റോഡ് ഇത് പൊളിച്ചിട്ട്. അതുപോലെ നമ്മുടെ മറ്റേ ശബരിമലയിൽ മകരജ്യോതി തെളിക്കുന്ന ദിവസം. അപ്പൊ സഭ ഒരു സൂത്രപ്പണി ചെയ്തിരിക്കുകയാണ്. ജനുവരി 14നോ 15നോ വെടിവെച്ച് തോന്നുന്നു. ചിലപ്പോ ഈ പൊങ്കല് 15-ാം തീയതി വരും. ചിലപ്പോ മാറി വരും. ചില ദിവസങ്ങൾ ചില വർഷം മാറി വരും. പക്ഷെ 15-നപ്പുറം പോവില്ല. എയ്തർ 14 ഓർ അതിവർഷമൊക്കെ വരുന്നത് അനുസരിച്ചിരിക്കും. അപ്പോൾ എ ശ്രീധരമേനോൻ നമ്മുടെ പ്രധാനപ്പെട്ട ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ വാചകം: മതപരിവർത്തനത്തിൻ്റെ പേരിൽ തിരുവിതാംകൂറിൽ വധശിക്ഷ പോയിട്ട് ഒരു പീഡന കേസ് പോലും ഇല്ല. പയനിയർ 2004 ജനുവരി 20 അദ്ദേഹമായിട്ടുള്ള അഭിമുഖം. അദ്ദേഹം പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ച കഥയും ഭാവനയുമാണ്. എ ശ്രീധരമേനോൻ പറഞ്ഞത് മാർത്താണ്ഡവർമ്മയ്ക്ക് ഇങ്ങനെ ഒരു സേനാ മേധാവിയേ ഉണ്ടായിട്ടില്ല, MGS നാരായണൻ. പിന്നെ വരാപ്പുഴ പള്ളിക്ക് നികുതി ഒഴിവ് കൊടുത്ത രാജകുടുംബമാണ് ഇത്. പള്ളികൾക്ക് വേണ്ടി ധാരാളം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ തിരുവിതാംകൂർ മാനുവൽ 1-ാം വാല്യം പേജ് 16 TK വേലുപ്പിള്ള എഴുതിയ തിരുവിതാംകൂർ മാനുവൽ. നാഗമയ്യയും ഞാൻ ഉദ്ധരിക്കാം. വരാപ്പുഴ പള്ളിക്ക് കരമൊഴിവ് കൊടുത്ത കാര്യം TK വേലുപ്പിള്ള എഴുതിയിട്ടുണ്ട്. ഈ മതപീഡനം എന്ന് പറയുമ്പോൾ കരമൊഴിവായിട്ട് കൊടുക്കില്ലല്ലോ. പിന്നെ ഡിലനോയുടെ അഭ്യർത്ഥന പ്രകാരം കാർത്തിക തിരുനാൾ രാജാവ് ഉദയഗിരി പള്ളി പണിയാൻ ചെലവ് വഹിച്ചു
വികാരിക്ക് 100 പണം ശമ്പളം നൽകി. ഉദയഗിരി കോട്ടയിലൊരു പള്ളി പണിതിട്ട് അവിടെ ഒരു വികാരിയെ വെച്ചിട്ട് 100 പണം വികാരിക്ക് ശമ്പളമായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. ഇത് വേലുപ്പിള്ള മാനുവൽ 1-ാം വാല്യം പേജ് 16. ഡിലനോയിയെ ഇങ്ങനെ, ഡിലനോയ്ക്കും ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. കേണൽ ജോൺ മൺറോയ്ക്ക് വേണ്ടതൊക്കെ ആ പാളയം ഇപ്പം മറ്റേ CSI പള്ളിക്കൊക്കെയുള്ള സ്ഥലമൊക്കെ കൊടുത്തതൊക്കെ ആ കാലത്താണ്. ഇനി ഇതിൻ്റെ ഈ കഥയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? ഇയാളെ മതം മാറ്റി എന്ന് പറയുന്ന ഫാദർ ജിയോവാനി ബാറ്റിസ്റ്റ് ബുട്ടാരി ഈശോ സഭക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ജെസ്യൂട്ട് സഭ, കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ഇവരുടെ വ്യാജകഥയിൽ തിരക്കഥയിൽ പറഞ്ഞത് ഡിലനോയിയുമായിട്ട് വലിയ അടുപ്പമുള്ളത് കൊണ്ട് നീലകണ്ഠപിള്ള മതം മാറിയതാണ്. ഡിലനോയി ഡച്ചുകാരൻ, കത്തോലിക്കനല്ല, അയാൾ പ്രൊട്ടസ്റ്റന്റാണ്. കഥ പൊളിഞ്ഞു, അവിടെ തന്നെ പൊളിഞ്ഞുപോയി. പ്രൊട്ടസ്റ്റന്റുകാരൻ ഒരു നീലകണ്ഠ പിള്ളയെ പിടിച്ചിട്ട് കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കുമോ? സ്വന്തം സഭയിലേക്ക് മാറ്റത്തേ ഉള്ളൂ. അങ്ങനെയല്ലേ ഉള്ളൂ. ഇത് കത്തോലിക്ക സഭ പിന്നെ എങ്ങനെ വിശുദ്ധനാക്കുന്നു? ഇയാളെ പറ്റി കഥകൾ കണ്ടുപിടിക്കുന്നു. ഈ വക സംഗതി പ്രൊട്ടസ്റ്റന്റ് ആയ ആൾ കാരണം മാറിയെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിലല്ലേ നീലകണ്ഠപിള്ള നിൽക്കുള്ളൂ. നമ്മുടെ ഇവിടെ പ്രൊട്ടസ്റ്റന്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഈ പറയുന്ന ഈ CSI എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇല്ലേ, മറ്റേ CSI തിരുവനന്തപുരത്ത്, അവരൊക്കെ പ്രൊട്ടസ്റ്റന്റ്സാ. അല്ല, അവര് പിടിക്കുക, അവര് കുറെ ആയിട്ട് എടുക്കാതിരുന്നപ്പോ എന്നാ പിന്നെ ഞങ്ങളായിട്ട് എടുത്തേക്കാന്ന് വെച്ച് കാണും. ഈ മൺറോ എന്നൊക്കെ പറയുന്നതൊക്കെ പ്രൊട്ടസ്റ്റന്റ്സ് ആണ് അവരെ. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകൾക്ക് അവിടെ സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കത്തോലിക്ക സഭയ്ക്ക് ഡിലനോയി കൊടുത്തു എന്ന്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഡിലനോയിയുമായിട്ട് ഇയാൾക്ക് അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ആ സേനയുമായിട്ട് നീലകണ്ഠപിള്ളയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ പ്രൊട്ടസ്റ്റന്റ് ആയേനെ കൃത്യമായിട്ടും. എന്നിട്ട് ഈ റോഡ് തെരുവിലൊക്കെ ഉപദേശിയൊക്കെ ആയിട്ട് നടന്നേനെ നീലകണ്ഠപിള്ള ജംഗ്ഷനിലൊക്കെ പ്രസംഗമൊക്കെ ആയിട്ട് നടന്നേനെ. അല്ലാതെ ഡിലനോയി പിടിച്ചിട്ട് കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കുമോ? ഇത് എന്തൊരു വൃത്തികെട്ട കഥ, ബുദ്ധിയില്ലാത്ത കഥയായിപ്പോയി. അപ്പോൾ ഡിലനോയി പ്രൊട്ടസ്റ്റന്റ്, ഡിലനോയി എങ്ങനെ മതം മാറ്റാനായിട്ട് ഇങ്ങനെ വിടുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സേനയിൽ ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ ഉണ്ട് സേനയുടെ ഉള്ളിൽ. അല്ലാതെ ഹിന്ദു നായന്മാർ മാത്രമൊന്നുമല്ല. ഈ പറഞ്ഞ വാചകം വേലുപ്പിള്ള എഴുതിയ മാനുവൽ 4-ാം വോളിയം പേജ് 122. സേനയിൽ എല്ലാ ജാതിക്കാരും ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ സംവരണവും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേരാം. അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയെ മാറ്റി നിർത്തിയിട്ടില്ല സേനയിൽ നിന്ന് ആ കാലത്ത്, മുസ്ലിമിനെയും മാറ്റി ഡിലനോയി തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വിവേചനവും ഇല്ല, പീഡനവും ഇല്ല. അതിനുവേണ്ടി പറഞ്ഞാണ് സേനയിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമും ഉണ്ട്. ഡിലനോയ്ക്ക് വേണ്ടി രാജാവ് 5 തെങ്ങിലെ ജനറലിന്, 5 തെങ്ങിലെ ജനറൽ എന്ന് പറഞ്ഞാൽ അന്ന് ഇവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡിലനോയ്ക്ക് വേണ്ടി രാജാവ് 5 തെങ്ങ് ജനറലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനുവൽ 2-ാം വോളിയം പേജ് 30. എന്തിന്? നാഗമ്മയ്യ എഴുതിയ ട്രാവൻകൂർ മാനുവലിൽ ഡിലനോയി 5 തെങ്ങിലെ ജനറലിൻ്റെ മകളുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം എന്താ പറയുക, നടത്തി കൊടുക്കാൻ വേണ്ടി 5 തെങ്ങ് റെസിഡന്റിന് ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് രാജാവ് യുദ്ധം പ്രഖ്യാപിച്ചു. അതെ, സേനയ്ക്ക് കൂടെ നിന്നിരുന്ന ഡിലനോയ്ക്ക് വേണ്ടി 5 തെങ്ങിലെ മറ്റേ കമ്പനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ഇയാൾക്ക് വേണ്ടിയിട്ട്, ഡച്ചുകാരന് വേണ്ടിയിട്ട്. രാമയ്യൻ ദളവ ഈ ദേവസഹായം പിള്ളയുടെ ഡിലനോയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. രാമയ്യൻ ദളവ ഈ പല ആളുകൾ എതിർത്തു എന്ന് വരുത്തണമല്ലോ, അതുകൊണ്ട് ദളവ എതിർത്തു ഡിലനോയായിട്ടുള്ള അടുപ്പത്തിനെ. ഡിലനോയായിട്ടുള്ള അടുപ്പത്തിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, പോയത്. എന്നിട്ട് ചുമ്മാ കള്ളക്കഥ പറയുക. നാഗമ്മയ്യ ട്രാവൻകൂർ മാനുവൽ 2 പേജ് 130. കൊട്ടാരം ഉദ്യോഗസ്ഥനെന്ന നിലയിൽ രാഷ്ട്രീയ രഹസ്യങ്ങൾ കൃത്രിമമായി കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തി. ആര്? നീലകണ്ഠപിള്ള.
ട്രാവൻകൂർ മാനുവലിൽ നീലകണ്ഠപിള്ളയെ പരാമർശിച്ചിരിക്കുന്നു. രാജ്യദ്രോഹം ചെയ്തു, രാജ്യരഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു, രാഷ്ട്രീയ രഹസ്യങ്ങൾ കൃത്രിമമായി കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തി. അതിൻ്റെ ബലത്തിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം നടപടി സ്വീകരിച്ചിരിക്കാം. അതായത് ഇയാൾ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടാകാം, അത് കഴിഞ്ഞ് മതം മാറി. അപ്പോൾ പക്ഷെ നടപടി മതം മാറിയ ശേഷമായിരിക്കാം ഉണ്ടായത്. അതാണ് നാഗമ്മയെ എഴുതിയിരിക്കുന്നത്. സ്നാനത്തിന് ഇതുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു. മതം മാറ്റത്തിന് ഒരു ബന്ധവും ഇയാളുടെ വധശിക്ഷയ്ക്ക് മതം മാറ്റവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു. ട്രാവൻകൂർ മാനുവലുണ്ട്. ഏതായാലും ഈ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, രാജ്യദ്രോഹവും കളവും ചെയ്ത ഒരാളെ അന്നത്തെ ഭരണകൂടം ശിക്ഷിച്ചത് മുതലാക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ ബ്രാഹ്മണരും നായന്മാരും സവർണ ഹിന്ദുക്കൾ എല്ലാം കൂടെ ചേർന്ന് മതം മാറിയ ഒരുത്തനെ കൊന്നു എന്നൊരു കഥയുണ്ടാക്കി അയാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിലെ അൽമായർക്കിടയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി എന്നാണ് പറയുന്നത്. അൽമായർ സാധാരണക്കാരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ, അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ കന്യാസ്ത്രീമാരെയൊക്കെയാണല്ലോ വിശുദ്ധരാക്കുന്നത്. ഇന്ത്യക്കാരായ നൂറുകണക്കിന് ഹിന്ദുക്കളെ, സ്ത്രീകളെ ഉൾപ്പെടെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ഗോവയിലെ ഒരാളും വിശുദ്ധനാണ്. ഗോവൻ ഇൻക്വിസിഷൻ ഫ്രാൻസിസ് സേവിയർ. ഈ ജസ്യൂട്ട് പ്രീസ്റ്റാണ് ഇയാളെ മതം മാറ്റിയിരിക്കുന്നത്. ഈ ജസ്യൂട്ടുകാരിൽ ഈ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നത്, പോകുന്നത് അത് കാരണല്ലേ? അതെ, അത് പറയാൻ പാടില്ല. ഈശോ സഭയുടെ പശ്ചാത്തലം എന്താണ്? സഭ പറയട്ടെ. കത്തോലിക്ക സഭ നിലകൊള്ളുമ്പോൾ അതിൻ്റെ ഒരു അവാന്തര വിഭാഗമായ ഒരു ജസ്യൂട്ട് പ്രിസ്റ്റല്ലേ ഇയാളെ മാറ്റിയിരിക്കുന്ന. ജസ്യൂട്ടുകളുടെ പശ്ചാത്തലം എന്താ? ഇന്ത്യയിൽ മതവിചാരണയും ആളുകളെ തൂക്കിലിടലും ഒക്കെയല്ലേ ഈശോ സഭ ഇവിടെ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്തൊക്കെ അനുഭവിച്ചു അല്ലേ? മുഗളന്മാർ ചെയ്തത് മാത്രമേ നമ്മൾ കുറച്ചെങ്കിലും പഠിക്കുന്നുള്ളൂ. അതെ, ഇവരുടെ കാര്യമൊക്കെ പതുക്കെ ഇപ്പം നമ്മൾ പറയുന്നു. ദേവസഹായം പിള്ളയെ ഇങ്ങനെ വലിയ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് അവകാശമുണ്ട്, ആരാധിക്കാനും അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നൂടെ, വസ്തുത എന്താണെന്നൂടെ പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.